ശ്രീത്ത്, ഈ ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇവർ പൊതുവെ അതൃപ്തരായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് എൻ ഡി എക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ക്രെഡിറ്റ് യാതൊരു തരത്തിലും ബി ഡി ജെ എസിന് കിട്ടുന്നില്ല എന്നാണ് ആ പാർട്ടിയിൽ നിന്നുള്ള പരക്കെയുള്ള ഒരു വ്യാപകമായ ഒരു പരാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ബി ഡി ജെ എസ് എൻ ഡി എ മുന്നണി വിടാൻ പോകുന്നു എന്നുള്ള തരത്തിലൊരു വാർത്ത വരുന്നുണ്ട്. അവർ യു ഡി എഫിലേക്കായിരിക്കും എന്നാണ് പറയുന്നത്. അതിൽ എത്രത്തോളം വാസ്തവം നമുക്ക് കണ്ടെത്താൻ കഴിയും? എന്തായാലും അതിലൊരു വൈരുദ്ധ്യം, ഇവർ യു ഡി എഫിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ യു ഡി എഫിനെതിരെയായിരുന്നു ഇങ്ങനെ ഒരു സംഘടന. കാരണം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴായിരുന്നു ഈ ന്യൂനപക്ഷ പ്രീണനം ഉണ്ടായതായി അന്ന് എൻ എസ് എസും അതോടൊപ്പം തന്നെ ഈ എസ് എൻ ഡി പിയും കെ പി എം എസും ഉൾപ്പെടെയുള്ള പല സംഘടനകളും ഇവർക്കെതിരെ രംഗത്ത് വന്നിരുന്നു, യു ഡി എഫിനെതിരെ. കാരണം മുസ്ലിം ലീഗിന്റെ 5-ാം മന്ത്രി പ്രശ്നം, മറ്റ് പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരുന്നു. അന്നൊരു പ്രത്യേക സാഹചര്യം അവർ ഉൾത്തിരിച്ചെടുത്തിട്ടാണ് അന്ന് വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ നടത്തുകയും ആ ജാഥയുടെ അവസാനമാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടായത്. അപ്പോൾ തന്നെ വ്യക്തമാണ് യു ഡി എഫിന്റെ മുസ്ലിം പ്രീണനത്തിനെതിരെയാണ്, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെയായിരുന്നു അന്ന് ബി ഡി ജെ എസ് 2015 രൂപീകരിക്കുന്നത്. അന്ന് പല വിവാദ പ്രസ്താവനകളും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കുകയാണ്. കേസെടുത്തതിന് ഫലമായി തന്നെ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ വിമർശിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ കയ്യിലാണ് ആ സർക്കാർ എന്ന രീതിയിലെല്ലാം അന്ന് ചർച്ചയുണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടി രൂപീകരിച്ച് പിന്നീട് 2016 ഇലക്ഷനിൽ അവർ മത്സരിക്കുകയാണ്. അങ്ങനെ നേമത്ത് ബി ജെ പി വിജയിക്കുക, പല മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കാനെല്ലാം കഴിഞ്ഞിരുന്നു. അന്ന് ബി ഡി ജെ എസ് അവകാശപ്പെട്ടത് തങ്ങൾ പാർട്ടിയിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് ഈഴവ വിഭാഗത്തിന്റെ വലിയ വോട്ട്, പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിന്റെയും മറ്റ് പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ട് തങ്ങളുടെ പാർട്ടിയിലൂടെ ബി ജെ പിയിലേക്ക് എത്തിയതായി അവർ അവകാശപ്പെട്ടിരുന്നു. എന്തായാലും പല മണ്ഡലങ്ങളിൽ ഇവരും കരുത്ത് തെളിച്ചിരുന്നു. കോവളം, അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ പല മണ്ഡലം, കൊല്ലത്തെ പല മണ്ഡലങ്ങളിലും ഇവർ വലിയ രീതിയിൽ വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെ പല തെരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും അവർ മത്സരിക്കുകയും പരാജയപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പാർട്ടി പറയുന്നത് തങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അവർ ചൂണ്ടിക്കാട്ടുന്നത് ആലപ്പുഴയും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമായത് തങ്ങളുടെ സ്വാധീനമാണ്. പക്ഷെ അങ്ങനെ ഒരു പാർട്ടിയെ ബി ജെ പിയെ വളർത്തിയിട്ടും അതിനർഹിച്ച പരിഗണന തങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്ക് ചേക്കേറാനാണ് ഇവർ ശ്രമം നടത്തുന്നത്. പണ്ട് 2021 സമയത്ത് ഇത്തരത്തിൽ ചർച്ച ഉണ്ടായിരുന്നു. എന്നാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമല്ലേ കൃത്യമായി ഇടപെട്ട് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരെ എൻ ഡി എ പാളയത്തിൽ തന്നെ നിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ചർച്ച വലിയ ഗൗരവകരമായാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ. കാരണം എൻ എസ് എസും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പിയും എല്ലാം രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ ആ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെള്ളാപ്പള്ളിയുടെ മകനായ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന ഒരു പാർട്ടി സ്വാഭാവികമായും ആ യു ഡി എഫിലേക്ക് കടന്നു വരുമോ എന്നാണ് നോക്കുന്നത്. എന്തായാലും കോൺഗ്രസിലെ പല നേതാക്കളും തുഷാർ വെള്ളാപ്പള്ളിയുമായും അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് പറയുന്നത്. ഇനി ചിലപ്പോൾ സീറ്റ് ധാരണയിൽ എത്തുകയാണെങ്കിൽ അവർ മറുകണ്ഠം ചാടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നാം പല സമയങ്ങളിലും കണ്ടിട്ടുണ്ടല്ലോ, ഈ കേരള കോൺഗ്രസ് എല്ലാം ചെയ്യുന്ന പരിപാടിയാണ്, അടുത്ത ആരാണോ ഭരണത്തിൽ വരുന്നത് ആ പാർട്ടിക്ക് കളമൊരുക്കി അങ്ങോട്ട് മാറുക. ആ രീതിയിലുള്ള ഒരു കളമൊരുക്കലാണോ ഇപ്പോൾ നടക്കുന്ന ചർച്ചയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ചിലപ്പോൾ വിജയിച്ച ഏതെങ്കിലും മന്ത്രിസ്ഥാനമല്ലോ ഓഫർ ചെയ്താൽ ഈ പാർട്ടി പോകും. എന്തായാലും കേരളത്തിൽ ഇടക്കാലത്തൊന്നും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയില്ല, മന്ത്രിസ്ഥാനം നേടാൻ കഴിയില്ലല്ലോ. ആ പശ്ചാത്തലത്തിൽ അങ്ങോട്ട് കോൺഗ്രസിലേക്ക് പോയാൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് പറഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായിരിക്കും. പ്രത്യേകിച്ച് പണ്ടെല്ലാം ആദ്യകാലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് നായർ വിഭാഗമാണ്. പിന്നീട് ഈ നായർ വിഭാഗത്തിൽ നിന്നും വളരുവാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ബി ഡി ജെ എസ് രൂപീകരിക്കുന്നത്. അത് ഒരു പരിധിവരെ ബി ജെ പിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ബി ഡി ജെ എസ് എന്ന പാർട്ടി സ്വന്തം നിലയിൽ വളരാൻ ശ്രമിച്ചില്ലെങ്കിലും ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിൽ ഗുണം ചെയ്തതായാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഈഴവ വിഭാഗങ്ങൾ ഏറ്റവും വലിയ വോട്ട് ബാങ്കായി ആലപ്പുഴയിലെല്ലാം 3 ലക്ഷം വോട്ട് നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
ഈ ആറ്റിങ്ങലിലും കൊല്ലം ജില്ലയിലുമെല്ലാം ഈ ഈഴവ വിഭാഗം കൂടുതലുള്ള മേഖലയിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു പക്ഷേ BDJSന്റെ സ്വാധീനം കൊണ്ടാണ്. കാരണം പരമ്പരാഗതമായി തന്നെ ഈ LDFന് വോട്ട് ചെയ്യുന്നവരാണ് ഈ പിന്നോക്ക വിഭാഗക്കാർ. അവർ വലിയ രീതിയിൽ തന്നെ BJPയിലേക്ക് മാറുന്നത് BDJSന്റെ സഹായം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ശരിയാണ്. ഈ 2016 അതോടൊപ്പം തന്നെ 2019 2024 പലരും കരുതിയിരുന്നത് BDJSന്റെ ഭാഗത്തു നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകും, അത് തുഷാർ വെള്ളാപ്പള്ളിയെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള പല ചർച്ചകൾ നടന്നതായെന്നെല്ലാം അന്ന് വാർത്തകൾ വന്നിരുന്നു. അത്ര ഓഫറുകൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നതായും പറയുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് എന്തായാലും ഇപ്പോൾ ചില കോർപ്പറേഷന്റെ എല്ലാം ചുമതലകൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേകമായ ഒരു കേന്ദ്ര ഭരണത്തിന്റെ ഒരു ഭാഗമാകുവാൻ എന്തായാലും BDJSന് കഴിഞ്ഞിട്ടില്ല. ഇതെന്തായാലും അവരെ അണികളെല്ലാം വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ BJPയുടെ ഭാഗത്ത് നിന്ന് ഒരു പരിഗണന ലഭിക്കാതെ തങ്ങൾ എന്തിനാണ് ഈ പാർട്ടിയിൽ ഈ സഖ്യത്തിൽ നിൽക്കുന്നത് എന്നാണ് അണികൾ ചോദിക്കുന്നത്. അങ്ങനെ അണികൾക്ക് കൂടുതൽ താല്പര്യം UDFിലേക്ക് പോകുവാനാണ്. എന്തായാലും LDF അവർക്ക് ഈ പിന്നോക്ക വിഭാഗക്കാരുടെ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, അപ്പൊ പ്രത്യേകിച്ച് ഇനി BDJS അവരുടെ ഭാഗമാകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് ആ വിഭാഗത്തിൽ കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ കൃത്യമായി ആ വോട്ട് ബാങ്ക് ഇല്ലാത്തത് കോൺഗ്രസിനാണ്. കാരണം ആ പണ്ട് എല്ലാ കാലത്തും LDFന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന ഈ പിന്നോക്ക വിഭാഗക്കാർ ഇപ്പോൾ BDJSലൂടെ പതുക്കെ BJPയിലേക്ക് എത്തി. ആ BJPയിൽ എത്തിയ വോട്ടുകൾ UDFിലേക്ക് എത്തിക്കുകയാണ് ഇനി BDJSന്റെ കർത്തവ്യം. അതിനുള്ള പ്രവർത്തനവുമായിരിക്കും ചിലപ്പോൾ ഇനി ഇവർ പാർട്ടി വിട്ടാൽ ഈ സഖ്യം വിടുകയാണെങ്കിൽ പോവുക. എന്തായാലും പല മണ്ഡലങ്ങളിലും അങ്ങനെയാണെങ്കിൽ പല മണ്ഡലങ്ങളിലും 2026 ഇലക്ഷനിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ UDFന് കഴിയും. UDF എന്തായാലും ഒരു കൃത്യമായ ഒരു ലക്ഷ്യത്തോടെയാണ്, പദ്ധതിയോട് കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം എല്ലാ നേതാക്കളെയും അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടികളെയും അങ്ങനെ ആരെല്ലാം ഈ കേരളത്തിൽ തങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. 2026 എന്തായാലും അധികാരം പിടിക്കുക എന്നതാണ് ഇപ്പോൾ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിന്റെ പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന അനാവശ്യ വിവാദങ്ങൾ എന്തായാലും അവർക്ക് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാവും. അവിടെ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം രൂക്ഷമായി തന്നെ നടക്കുകയാണ്. ആരാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആർക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വരുന്നു, SNDP വരുന്നു, NSS വരുന്നു, പല ക്രൈസ്തവ വിഭാഗങ്ങളും പെട്ട സഭകളും വരുന്നുണ്ട്. പക്ഷേ ആ പാർട്ടിയിൽ ഇപ്പോൾ വലിയ സ്വാധീനമുള്ളത് VD സതീശനാണല്ലോ. VD സതീശനും K സുധാകരനുമാണ് ഏറ്റവും അധികം സ്വാധീനമുള്ളത്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിന് പുറത്തുള്ള സാമുദായിക സംഘടനകളെ പിന്തുണയില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം മുസ്ലിം ലീഗിന്റെ പിന്തുണ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ്. കാരണം മുസ്ലിം ലീഗിന്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചതോടുകൂടി തന്നെ പാർട്ടിക്കുള്ളിൽ ഈ VD സതീശന്റെ സ്വാധീനം വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം വലിയ രീതിയിൽ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ കക്ഷിയാണല്ലോ മുസ്ലിം ലീഗ്. അങ്ങനെ മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിൽ അണിനിരക്കുകയാണെങ്കിൽ വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഏറ്റവും യോഗ്യത. അതിനോടൊപ്പമാണ് ഇപ്പോൾ BDJS തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നത്. ചിലപ്പോൾ ഇതിന് പിന്നിൽ രമേശ് ചെന്നിത്തലയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.